മൂകാംബിക ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. പുരാണങ്ങളിലും ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. കൊല്ലൂരിലെ മൂകാംബിക ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം കുടജാദ്രിയാണ്. ദക്ഷിണേന്ത്യയിലെ പശ്ചിമഘട്ടത്തിലെ ശിവമോഗ ജില്ലയിലാണ് കുടജാദ്രി സ്ഥിതി ചെയ്യുന്നത്. കുതജപ്പൂക്കൾ എന്നർത്ഥമുള്ള കൊടച്ച അല്ലെങ്കിൽ കൊടശി, പർവ്വതത്തിന്റെ സംസ്കൃത പദമായ അദ്രി എന്നിവയിൽ നിന്നാണ് ഈ പേര് വന്നത്. ദേവി ഇന്നത്തെ മൂകാംബികയിൽ കുടികൊണ്ടപ്പോൾ ഏറെ വിഷമിച്ച ശങ്കരാചാര്യർ വീണ്ടും പ്രാർത്ഥന തുടങ്ങി. ആചാര്യർക്ക് മുന്നിൽ ദേവി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. തന്റെ തെറ്റുപുറത്ത് കേരളക്കരയിലേക്ക് വരണമെന്ന് ആചാര്യൻ ദേവിയോട് അപേക്ഷിച്ചു. നിബന്ധന അനുസരിച്ച് തനിക്ക് വരാൻ കഴിയില്ലെന്നും, എന്നാൽ നിർബന്ധമാണെങ്കിൽ ശങ്കരാചാര്യർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് താൻ കുടികൊള്ളാമെന്നും ദേവി അറിയിച്ചു. ദുഃഖിതനായ ശങ്കരാചാര്യർ തന്റെ നാട്ടിൽ ദേവി കുടികൊള്ളണമെന്നും അവിടെ നിർമാല്യവും ഉഷപൂജയും കഴിഞ്ഞേ കൊല്ലൂരിലെത്താൻ പാടുള്ളൂവെന്നും ദേവിയോട് അഭ്യർത്ഥിച്ചു. ദേവി അത് സമ്മതിച്ചു. അങ്ങനെ ശങ്കരാചാര്യർ മൂകാംബിക ദേവിയുടെ ജ്യോതി ആനയിച്ചു കൊണ്ടുവന്ന സ്ഥലമെന്ന അർത്ഥത്തിൽ ജ്യോതി ആനയിച്ച കര എന്ന ആ സ്ഥലത്തിന് പേര് വന്നു. പിന്നീട് അത് ലോപിച്ചാണ് ചോറ്റാനിക്കരയായത് എന്ന് പറയപ്പെടുന്നു. ഈ ഐതിഹ്യത്തിന് ഉപോത്ബലകമായി ഇന്നും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ 5 മണിക്കാണ് നട തുറക്കുന്നത്. ചോറ്റാനിക്കരയിൽ 4 മണിക്ക് നട തുറന്ന് നിർമാല്യവും ഉഷപൂജയും കഴിഞ്ഞാണ് മൂകാംബികയിൽ നട തുറക്കുന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ച് ഐതിഹ്യങ്ങൾ നിരവധിയാണ്. ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനരികിലാണ് അദ്വൈതാചാര്യനായ ശ്രീശങ്കരൻ തപസ്സിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. കുടജാദ്രിയിലാണെന്ന മറ്റൊരു വാദവുമുണ്ട്. ശങ്കരാചാര്യർ നിർദ്ദേശിച്ച പ്രകാരമാണ് ഇന്നും ക്ഷേത്രത്തിലെ പൂജാവിധികൾ നടത്തുന്നത്. ആദിപരാശക്തിയുടെ അടയാളമെന്നാണ് ശ്രീചക്ര പ്രതിഷ്ഠ കരുതപ്പെടുന്നത്. അതിനാൽ ഇവിടെ അതീവ പ്രാധാന്യമുണ്ട്. വടക്ക് ഗോകർണം മുതൽ തെക്ക് കന്യാകുമാരി വരെ കിടന്നിരുന്ന പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട 4 അംബികമാരിൽ പ്രധാനിയാണത്രേ മൂകാംബിക ദേവി. അതിനാൽ ഇവിടെ മലയാളികൾ ധാരാളമായി ദർശനം നടത്തുന്നു. ശ്രീചക്രത്തിൽ സ്വയംഭൂവായി കുടികൊള്ളുന്ന ജ്യോതിർലിംഗവും അതോടൊപ്പമുള്ള ശങ്കരാചാര്യരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്ന സിംഹവാഹനയായ മൂകാംബിക ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹവുമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകൾ. ശിവലിംഗം ഒരു സ്വർണരേഖയാൽ 2ആയി പകുത്തിരിക്കുന്നു. ഇതിൽ വലത്തെ പകുതിയിൽ ബ്രഹ്മാവ്, വിഷ്ണു, മഹാദേവൻ എന്നീ ത്രിമൂർത്തികളുടെ സാന്നിധ്യവും മറുവശത്ത് പരാശക്തിയുടെ 3 ഭാവങ്ങളായ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിവരുടെ സാന്നിധ്യവും കണക്കാക്കപ്പെടുന്നു. നേരത്തെ പറഞ്ഞ സ്വർണരേഖ തുല്യമായിട്ടല്ല ശിവലിംഗത്തെ പകുത്തിരിക്കുന്നത്, മറിച്ച് അല്പം വലത്തോട്ട് മാറിയാണ്. ത്രിമൂർത്തികളെ പ്രതിനിധീകരിക്കുന്ന വലതുഭാഗത്തിന് തന്മൂലം വലിപ്പം കുറവാണ്. അതുകൊണ്ടാണത്രേ ഇവിടെ ദേവീ സാന്നിധ്യത്തിന് കൂടുതൽ പ്രാധാന്യം വന്നത്. ത്രിമൂർത്തികളെ, പ്രത്യേകിച്ചും ശിവനെ ഒട്ടും പ്രാധാന്യം കുറവില്ലാതെ കണ്ടുവരാറുണ്ട്. ശംഖ്, ചക്രം തുടങ്ങിയ മുദ്രകൾ അണിഞ്ഞ ചതുർബാഹുവായ രൂപമാണ് മൂകാംബിക ദേവിയുടെ പ്രതിഷ്ഠ. സിംഹാസനസ്ഥയായ രാജ്ഞിയുടെ ഭാവമാണ് ശ്രീചക്രത്തിൽ കുടിയിരിക്കുന്ന ഭഗവതിക്ക്. കൊല്ലൂരിനെ സ്കന്ദപുരാണത്തിൽ മഹാരണ്യപുര എന്നാണ് വിളിക്കുന്നത്. പുരാതന കാലത്ത് മഹാരണ്യപുരം എന്ന പേരിൽ പ്രസിദ്ധിയാർജിച്ചിരുന്ന കുടജാദ്രി മലനിരകളുടെ താഴ്വരകൾ ഋഷിമാരുടെ ആസ്ഥാനമായിരുന്നു. അതിരമണീയമായിരുന്നു ഈ സ്ഥലം. അവിടെ സൗപർണിക നദിയുടെയും തീരത്തിന്റെയും ഭംഗി കണ്ട് മനം കുളിർത്ത കോലമഹർഷി ഒരാശ്രമം കെട്ടി. കോലമഹർഷിയുടെ തപസ്സിൽ പ്രീതരായ ത്രിമൂർത്തികൾ ഒരുമിച്ചിറങ്ങി വന്ന് അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങയുടെ തപസ്സിൽ ഞങ്ങൾ സംപ്രീതരായിരിക്കുന്നു. അങ്ങേക്ക് എന്തു വരമാണ് വേണ്ടത്? ബ്രഹ്മാവ് ചോദിച്ചു. അങ്ങ് ആഗ്രഹിക്കുന്നത് എന്തും നൽകാൻ ഞങ്ങൾ തയ്യാറാണ്, വിഷ്ണു പറഞ്ഞു. ത്രിമൂർത്തികളുടെ ദർശനത്തിൽ കോലമഹർഷി സന്തോഷിച്ചു. അദ്ദേഹം അവരെ സ്തുതിച്ചു. നിങ്ങൾ 3 പേരുടെയും ദർശനത്താൽ എന്റെ ജീവിതം സഫലമായിരിക്കുന്നു. ഇനി എനിക്ക് വേറെന്തു വേണം? ഞാൻ എന്റെ ജന്മലക്ഷ്യം നേടിയിരിക്കുന്നു. എന്നാൽ എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങളത് നിറവേറ്റിത്തരുമോ? വിനയത്തോടെ അദ്ദേഹം ചോദിച്ചു. തീർച്ചയായും, അങ്ങേക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കൂ, അവർ പറഞ്ഞു. മഹർഷി കൈകൾ കൂപ്പി അവരെ നോക്കി ഇങ്ങനെ പറഞ്ഞു. ലോകത്തിന്റെ നന്മയ്ക്കായി നിങ്ങൾ ഈ സ്ഥലത്ത് വസിച്ച് ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സ്ഥലം എന്റെ പേരിൽ അറിയപ്പെടണം. ഇവിടെ വന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറണം.
മഹർഷി പറഞ്ഞു. അങ്ങനെ സംഭവിക്കട്ടെ. ശിവൻ പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു തരുന്നു. ഈ സ്ഥലം ഇനി മുതൽ കോലാപുരി എന്ന് വിളിക്കപ്പെടും. ഞങ്ങൾ ത്രിമൂർത്തികൾ ഈ സ്ഥലത്ത് ജ്യോതിർലിംഗ രൂപത്തിൽ വസിക്കും. വരും കാലങ്ങളിൽ ഇതൊരു മോക്ഷപുരിയായി വർത്തിക്കും. ഇവിടെ എത്തുന്ന എല്ലാ ഭക്തർക്കും അനുഗ്രഹം ലഭിക്കും. ഭാവിയിൽ ഈ സ്ഥലം കൂടുതൽ ശുദ്ധീകരിക്കപ്പെടും. അവർ പറഞ്ഞു. ത്രിമൂർത്തികൾ അപ്രത്യക്ഷരായ ഉടനെ ഭൂമിയിൽ നിന്നൊരു ജ്യോതിർലിംഗം ഉയർന്നു വന്നു. പിന്നീട് അവിടം കോലാപുരി എന്നറിയപ്പെട്ടു. യുഗങ്ങൾ കടന്നുപോയി. കോലമഹർഷി എല്ലാ ബഹുമാനങ്ങളോടും കൂടി ലിംഗത്തെ ആരാധിച്ചു. നന്മയ്ക്കായി ഋഷിമാർ യാഗങ്ങൾ അനുഷ്ഠിച്ചു. അവർ തങ്ങളുടെ ആചാരപരമായ വഴിപാടുകൾ മുടങ്ങാതെ ദേവന്മാർക്ക് സമർപ്പിച്ചു. ഈ വഴിപാടുകൾ സ്വീകരിച്ച് ദേവന്മാർ കൂടുതൽ ശക്തരായി. തങ്ങളുടെ ശക്തിയാൽ അവരുടെ അഭിമാനം വർദ്ധിച്ചു. ഇന്ദ്രൻ കാര്യമായി ഒന്നും ചെയ്യാതെ തന്റെ സമ്പത്തിന്റെ ആഡംബരത്തിൽ മുഴുകി. മറുവശത്ത് അസുരന്മാർ പതിഞ്ഞ മാനസികാവസ്ഥയിലായിരുന്നു. അസുരരാജാവിന് കംഹാസുരൻ എന്ന പേരിൽ ഒരു പുത്രൻ ഉണ്ടായിരുന്നു. അവൻ ശാരീരികമായി വളരെ ദുർബലനായിരുന്നു. രാജാവ് അവനെക്കുറിച്ചും അസുരവംശത്തിന്റെ ഭാവിയെക്കുറിച്ചും വളരെയധികം ആശങ്കാകുലനായിരുന്നു. അദ്ദേഹം തന്റെ വികാര വിചാരങ്ങൾ അസുരഗുരു ശുക്രാചാര്യനോട് വെളിപ്പെടുത്തി. ഗുരുദേവ, എന്റെ മകനെ നോക്കൂ. അവൻ വളരെ ദുർബലനാണ്. നമ്മുടെ വംശത്തിന്റെ ഭാവിയെ ഞാൻ അഗാധമായി ഭയപ്പെടുന്നു. നാം ഇനി എന്താണ് ചെയ്യേണ്ടത്? ദുഃഖത്തോടെ രാജാവ് ആചാര്യനോട് ചോദിച്ചു. രാജാവേ, അതോർത്ത് അങ്ങ് ഭയപ്പെടേണ്ട. കംഹാസുരനെ എന്നോടൊപ്പം എന്റെ ആശ്രമത്തിലേക്ക് അയക്കൂ. ശുക്രാചാര്യൻ പറഞ്ഞു. രാജാവ് മകനെ ആശ്രമത്തിലേക്ക് അയച്ചു. അവിടെ വെച്ച് ശുക്രൻ രാജകുമാരന് ബ്രഹ്മമന്ത്രം ഉപദേശിച്ചു. ബ്രഹ്മാവിനോട് അമർത്യതയുടെ വരം നൽകണമെന്ന് ആവശ്യപ്പെടുക എന്ന് പറഞ്ഞ് തപസ്സിന് വിട്ടു.